നാശം പിടിക്കാനായിട്ട് നാശം പിടിച്ച വീട്ടിൽ ഒന്ന് കയറിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത് വല്ല അറിയണോ? എന്റെ ഐബ്രോ പെൻസിൽ തീർന്നു, എന്റെ ഫൗണ്ടേഷൻ തീർന്നു, എന്റെ ചുണ്ട് വേണ്ട, എന്റെ ലിപ്സ്റ്റിക് വരെ തീർന്നു. നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലേ? ഇന്നലെ ഞാൻ കുളിച്ച് ബാർ സോപ്പിട്ടാണ് ഞാൻ കുളിച്ചത്. അതുപോലെ നിങ്ങൾ അറിയുന്നുണ്ടാ? നിങ്ങൾ വിചാരിക്കും ഈ ക്ലാസ് എന്തിനു ഞാൻ എടുത്ത് എറിഞ്ഞു തന്നു. ഇന്നലെ ഞാൻ കുറച്ച് ബൂസ്റ്റ് വെച്ചിരുന്നു. ആ കള്ള പൂച്ച ഉണ്ടല്ലോ, ആ പൂച്ച വന്ന് ആ ബൂസ്റ്റ് അത്രയും തിന്ന്. ഇനി ഈ ക്ലാസ് ആർക്ക് വേണം? എനിക്ക് വേണ്ട. എനിക്ക് പുതിയ ക്ലാസ് വാങ്ങിച്ചു തന്നാൽ മതി. നിങ്ങൾ എന്ത് വർഷം മിണ്ടാതിരിക്കണത്? നിങ്ങൾ വായിൽ പഴം തിരുമ്മി വെച്ചിരിക്കണം. കുറച്ച് നേരമായില്ലേ ഞാൻ കിടന്ന് അലക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം. നശിച്ച ഒരു വീടും. നിങ്ങൾ വാ തുറക്കാതിരിക്കുന്ന കാര്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ടല്ലേ, എന്റെ ലിപ്സ്റ്റിക്ക് തീർന്നു. 1 മണിക്കൂറിനകം എനിക്ക് ലിപ്സ്റ്റിക്ക് കിട്ടണം. എനിക്ക് 2 മണിക്കൂറിനകം ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷന് പോകാനാണ്. അത് വാങ്ങിച്ചോണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്മൃതി ഇവിടെ നിൽക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായ? പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ ഞാൻ ഇത് വാങ്ങാത്തത്. ഇന്നലെയല്ലേ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയത്? ആ പൈസ എന്തോ ചെയ്ത്? പൈസ ഇന്നലെ ശമ്പളം കിട്ടിയ സമയത്ത് തന്നെ കൊടുക്കാനുള്ളവരൊക്കെ ഞാൻ കൊണ്ടുകൊടുത്തു. അത് കൊടുത്തില്ലേ അവരെന്ത് വിചാരിക്കും? പൈസയും വാങ്ങിച്ചിട്ട് ഞാൻ കളിക്കണമെന്ന് വിചാരിക്കും. ഇതിന് മാത്രം കടം നിങ്ങൾക്ക് എങ്ങനെ വന്നു? നിങ്ങളെന്തിനാ എനിക്ക് വലിയ കൊട്ടാരം വെച്ചെന്നാ? അത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് തന്ന പൈസ ഇല്ലല്ലോ. എടി, അപ്പുറത്ത് ആൾക്കാർ കേട്ടോണ്ടിരിക്കല്ലേ, എനിക്കൊന്ന് നിർത്തിക്കൂടെ? നിങ്ങൾ ഈ ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ നിങ്ങൾ ചേനക്കാര്യം പറയേണ്ട കാര്യം എന്തെങ്കിലും? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടാ? അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അല്ലാതെ ആൾക്കാർ കേൾക്കണതും കേൾക്കാത്തതൊന്നും എനിക്ക് വിഷയമൊന്നുമല്ല. എടി, നിനക്കറിയണോ? നിങ്ങൾക്ക് ആർക്കും ഇതിനെ കുറിച്ച് അറിയണ്ട. നാട് മൊത്തം കടം വാങ്ങിച്ചു കൂട്ടിയിട്ടിരിക്കണം. എന്തിനെന്നറിയാമോ? നീ ഇവിടെ വന്നപ്പോൾ നിനക്കൊരു വലിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, നിനക്കറിയാമോ? 3.5 ലക്ഷം രൂപയായി അതിന് മാത്രം. പിന്നെ ആ കടം തീർക്കാൻ വേണ്ടി വേറൊരാളെ നോക്കും, വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കടം കൊടുക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കടം വരാതിരിക്കുമോ? 1 രൂപ ഇപ്പൊ ജോലി ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? നീ നോക്കുമ്പോൾ എന്ന് സൂക്ഷ്മമായിട്ട് നിനക്ക് മേക്കപ്പിനുള്ള സാധനം അത് ഇതെല്ലാം കൊണ്ടു. ഇവിടെ അരി എങ്ങനെ വാങ്ങണം, പാൽ എങ്ങനെ വാങ്ങണം, നീ അത് ചോദിച്ചിട്ടുണ്ടോ? നിനക്കൊന്നും മേക്കപ്പ് പൗഡർ ഇല്ല, ലിപ്സ്റ്റിക് ഇല്ല, കരിയില്ല, നിനക്ക് നല്ല ചുരിദാറില്ല. ഇത് മാത്രമല്ലേ നീ ചിന്തിക്കുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ നീ അന്വേഷിക്കണോട്ടോ. എടി, മനുഷ്യനൊരു പ്രത്യേകം ഉണ്ടറിയാമോ? ആദ്യം നമുക്ക് എന്ത് ചെയ്താലും പിന്നെ വേറൊരു കാര്യം ദൈവം മറക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇപ്പൊ നിന്റെ കാര്യം മറന്നുപോയി, ഈ ഓപ്പറേഷന്റെ കേസ്. പിന്നെ എത്ര ഉപകാരം ചെയ്താലും ഒരു സമയം ഒരു ചെറിയ ഉപകാരം ചെയ്തില്ലെങ്കിൽ മറന്നുപോകും. നിങ്ങളൊന്നും അങ്ങനെ മറക്കരുത്. കാരണം ഈ ജീവിതകാലം മൊത്തം നിന്റോടൊപ്പം ഞാൻ ജീവിക്കേണ്ട ഒരാളാണ്. നീ ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകളും കൊടുക്കണമെന്നും കൊടുക്കണം. കാരണം സ്നേഹത്തിന് ഒരു വിലയില്ല. കാരണം അത് ചുമ്മാ കിട്ടണോണ്ട് ആരും അത് വില വെക്കില്ല. അതുപോലെയാണ് പച്ചവെള്ളം കിട്ടുമ്പോഴേ നമ്മളെ ജീവൻ നിലനിർത്തുന്ന വെള്ളം, അതും ആർക്കും വിലയില്ല. ഒരു ദിവസം അതൊക്കെ പഠിക്കും ചേട്ടാ നിങ്ങൾ.